ഹായ് മക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഐ തിങ്ക് യു ആർ ഫൈൻ. ഓക്കെ, ഒരുപാട് കാലമായി നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് അല്ലേ. 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ അഥവാ ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ്, ദ്രവബലങ്ങൾ എന്ന ചാപ്റ്ററിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളതിൻ്റെ 4 പാർട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മാസത്തോളമായി, ഒരു മാസത്തിൻ്റെ മുകളിലായി നമ്മൾ ആ 4ാമത്തെ പാർട്ട് അപ്ലോഡ് ചെയ്തിട്ട് അതിന് ശേഷം നമ്മൾ ഇപ്പോഴാണ് വരുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് തിരക്കിൽപ്പെട്ടതുകൊണ്ടാണ് അതിനുശേഷം വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത്. ഒരുപാട് കുട്ടികൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കി ചെയ്യില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇത്രയും ഡിലേ വന്നതിൽ ഞാൻ ആദ്യം നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. ഓക്കെ, എന്തായാലും നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്ന് നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. കാരണം കുറച്ച് ബ്രേക്ക് വന്നതുകൊണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ 1ാമത്തെ ചാപ്റ്റർ അഥവാ ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ്, ദ്രവബലങ്ങൾ എന്ന ആ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കിയത് എന്താണ് ഫ്ലൂയിഡ് അഥവാ എന്താണ് ദ്രവങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കി. ലിക്വിഡിനെയും ഗ്യാസിനെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് ഫ്ലൂയിഡ് എന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. അഥവാ ദ്രാവകവും വാതകവും ചേർത്ത് അതിന് രണ്ടിനെയും കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ഫ്ലൂയിഡ് അഥവാ ദ്രവം എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മൾ ആദ്യം അതിൽ പഠിച്ചത് ഒരു ദ്രവത്തിൽ അനുഭവപ്പെടുന്ന ഫോഴ്സുകളാണ് നമ്മുടെ ചാപ്റ്റർ തന്നെ. ഫോഴ്സസ് ഇൻ ഫ്ലൂയിഡ്സ് എന്നല്ലേ, ഒരു ദ്രവത്തിൽ അനുഭവപ്പെടുന്ന ബലങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പഠിച്ചത് അത് തന്നെ ബോയൻസി അഥവാ പ്ലവക്ഷമ ബലം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. പ്ലവക്ഷമ ബലം അത് നമ്മൾ പഠിച്ചു. വീഡിയോ കണ്ടു നോക്കുക, ഓർമ്മ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ കണ്ടു നോക്കാം. അപ്പോൾ പ്ലവക്ഷമ ബലത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അത് കഴിഞ്ഞ് നമ്മളൊരു ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റി അഥവാ സാന്ദ്രതയെ കുറിച്ച് മനസ്സിലാക്കി. അത് കഴിഞ്ഞ് റിലേറ്റീവ് ഡെൻസിറ്റി അഥവാ ആപേക്ഷിക സാന്ദ്രതയും അത് അളക്കുന്ന ഉപകരണം ഹൈഡ്രോമീറ്റർ പോലെയുള്ള ഉപകരണങ്ങളെ കുറിച്ചൊക്കെ, അതുപോലെ ലാക്ടോമീറ്റർ ഒക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ജസ്റ്റ് ഓർമ്മ പുതുക്കാൻ വേണ്ടി പറയാണ്. വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ. ഓക്കെ, ദെൻ അതിന്റെ ശേഷം നമ്മൾ മനസ്സിലാക്കിയത് ഫ്ലോട്ടേഷനെ കുറിച്ച് പഠിച്ചു. ഫ്ലോട്ടേഷൻ അഥവാ പ്ലവനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ദെൻ അതുമായി ബന്ധപ്പെട്ട ലോ ഓഫ് ഫ്ലോട്ടേഷൻ, പ്ലവന തത്വം മനസ്സിലാക്കി. അതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു കാര്യങ്ങളുണ്ടായിരുന്നു, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ അഥവാ ആർക്കിമിഡീസ് തത്വം എന്താണെന്നും നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. പിന്നെ നമ്മൾ പഠിച്ച കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ലോ ഉണ്ടായിരുന്നു, പ്രഷറുമായി ബന്ധപ്പെട്ട് അഥവാ മർദ്ദവുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു നിയമം നമ്മൾ മനസ്സിലാക്കി. ഏതായിരുന്നു? അത് തന്നെ പാസ്കൽ നിയമം അഥവാ പാസ്കൽസ് ലോ എന്ന് നമ്മൾ പറയാറുണ്ട്. പാസ്കൽസ് ലോ എന്താണെന്നും അത് നമ്മുടെ നിത്യജീവിതത്തിൽ, നമ്മുടെ ഡെയിലി ലൈഫിൽ എവിടെയൊക്കെയാണ് പാസ്കൽസ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നും അത് ഹൈഡ്രോളിക് ഡിവൈസുകളെ കുറിച്ച്, ഹൈഡ്രോളിക് മെഷീൻസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ബ്രേക്ക്, ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇന്ന് നമുക്ക് ഇനി പഠിക്കാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് മറ്റൊരു പുതിയ ടോപ്പിക്കാണ്. ടോപ്പിക് ഇത്രയേ ഉള്ളൂ, പേര് പോലെ തന്നെ ക്യാപ്പിലാരിറ്റി എന്നാണ് ഞാൻ അവിടെ എഴുതിയിട്ടുള്ളത്. ക്യാപ്പിലാരിറ്റി അഥവാ മലയാളത്തിൽ കേശികത്വം എന്ന് പറയും. എന്താണ് ക്യാപ്പിലാരിറ്റി അല്ലെങ്കിൽ എന്താണ് കേശികത്വം എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഈ ചിത്രത്തിൽ എന്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? 2 ട്യൂബുകൾ എടുത്തിട്ടുണ്ട് അല്ലെ? 2 ട്യൂബുകൾ. ഒന്നാമത്തെ ട്യൂബില് വെള്ളം അഥവാ വാട്ടർ എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ട്യൂബിലോ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, രണ്ടാമത്തെ ട്യൂബില് മെർക്കുറി എടുത്തിട്ടുണ്ട്. ഈ 2 ട്യൂബിലും അഥവാ 2 ബോയിലിംഗ് ട്യൂബുകളാണ്. അതിനകത്ത് വേറെ വളരെ ചെറിയ ഓരോ ട്യൂബ് ഇറക്കി വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ വളരെ കനം കുറഞ്ഞ അല്ലെങ്കിൽ വീതി കുറഞ്ഞ അല്ലെങ്കിൽ വളരെ നാരോ ആയ ഒരു നേരിയ ട്യൂബിനെ നമ്മൾ ക്യാപ്പിലറി ട്യൂബ് അഥവാ കേശിക ട്യൂബ് അല്ലെങ്കിൽ ക്യാപ്പിലറി ട്യൂബ് എന്നൊക്കെ നമുക്ക് പറയാം. 2 ക്യാപ്പിലറി ട്യൂബ് ഓരോന്നിലുമായിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് അല്ലെ? അപ്പോ ഈ 2 ചിത്രം ശ്രദ്ധിക്കാം. ഇതില് ഒന്നാമത്തെ അഥവാ ആ വെള്ളത്തിൽ ഇറക്കി വെച്ച ആ ക്യാപ്പിലറി ട്യൂബില് വെള്ളം കുറച്ചിങ്ങനെ ഉയർന്നു നിൽക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലെ? ശ്രദ്ധിച്ചില്ല നിങ്ങള്? അതേപോലെ തന്നെ രണ്ടാമത്തെ മെർക്കുറിയിൽ ഇറക്കി വെച്ച ക്യാപ്പിലറി ട്യൂബ്, ആ നാരോ ട്യൂബിലോ അതിൽ വെള്ളം കുറച്ചിങ്ങനെ താഴ്ന്ന് നിൽക്കുന്നത് പോലെ നമ്മൾ കാണുന്നത്. നിൽക്കുന്നത് പോലെ കാണല്ല, അങ്ങനെ നിൽക്കുന്നുണ്ട്. എന്താണ് ഇത് സംഭവിക്കുന്നത് വെച്ചാൽ, അഥവാ ചില ദ്രാവകത്തിൽ വെള്ളം ഇങ്ങനെ ആ ട്യൂബിൽ ഇങ്ങനെ വെള്ളം പൊങ്ങി നിൽക്കുന്നു, ചിലതിലാണെങ്കിലോ അതിങ്ങനെ താഴ്ന്നു നിൽക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു ട്യൂബിലൂടെ വെള്ളം ഇങ്ങനെ ഉയരുകയോ താഴുകയോ ചെയ്യുന്ന ആ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് ക്യാപ്പിലാരിറ്റി അഥവാ കേശികത്വം എന്ന് മലയാളത്തിൽ പറയാം. അപ്പൊ എന്താണ് ക്യാപ്പിലാരിറ്റി അല്ലെങ്കിൽ എന്താണ് കേശികത്വം എന്ന് നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ചെക്ക് ചെയ്ത് നോക്കാം, പഠിച്ചു നോക്കണം. കേശികത്വം അല്ലെങ്കിൽ ക്യാപ്പിലാരിറ്റി എന്താണെന്ന് നമ്മളോട് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ അത് എഴുതാൻ അറിയണം. ഈ ഡെഫിനിഷൻ അതേപോലെ പഠിച്ചു വെക്കാം. വായിച്ചു നോക്കിയാൽ, the rise or depression of a liquid in a narrow tube
or a minute hole is capillarity. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? ഒരു നേരിയ കുഴലിലൂടെയോ സൂക്ഷ്മ സുഷിരങ്ങളിലൂടെയോ ദ്രാവകങ്ങൾ സ്വാഭാവികമായി ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് കേശികത്വം. ഒരു വളരെ നേരിയ ട്യൂബിലൂടെ, നേരിയ ട്യൂബിലൂടെ, വളരെ നാരോ ആയിട്ടുള്ള ഒരു ട്യൂബിലൂടെ ദ്രാവകങ്ങൾ ഒന്നെങ്കിൽ ലിക്വിഡ്സ് ഒന്നെങ്കിൽ മുകളിലേക്ക് ഉയരുക അല്ലെങ്കിൽ താഴേക്ക് ഇറങ്ങുക. ഈ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് കാപ്പിലാരിറ്റി അഥവാ കേശികത്വം എന്നാണ് മലയാള മീഡിയക്കാർ പഠിച്ചു വെക്കേണ്ടത്. അപ്പൊ അതിന് നമുക്ക് മനസ്സിലാക്കാൻ എന്താ, കേശികത്വം എന്തുണ്ട്? രണ്ട് വിധത്തിലുണ്ട്. കാരണം ഉയരലാവാം താഴലാവാം. അപ്പൊ രണ്ട് തരം കേശികത്വം ഉണ്ട്, രണ്ട് ടൈപ്പ് കാപ്പിലാരിറ്റി ഉണ്ട്. ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് കേശിക ഉയർച്ച, മറ്റൊന്ന് കേശിക താഴ്ച അഥവാ കാപ്പിലറി റൈസ് ആൻഡ് കാപ്പിലറി ഡിപ്രഷൻ. എന്താണ് കാപ്പിലറി റൈസ് എന്ന് നോക്കാം നമുക്ക്. കാപ്പിലറി റൈസിന്റെ ഡെഫിനേഷൻ ഇത്രയേ ഉള്ളൂ. അഥവാ സംഭവം മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ മുകളിലേക്ക് ട്യൂബിലൂടെ വെള്ളം ഉയരുന്നതിന് കാപ്പിലറി റൈസ് എന്നും താഴ്ന്നതിന് ഡിപ്രഷൻ എന്നും പറയും. സംഭവത്തിന്റെ ഡെഫിനേഷൻ നമുക്ക് നോക്കി നോക്കാം. കാപ്പിലറി റൈസ് എന്ന് പറഞ്ഞാല് ദ റൈസിംഗ് ഓഫ് വാട്ടർ ഇൻ എ ട്യൂബ് against the gravitation or against the weight of water is known as capillary rise. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം? ഒരു നേരിയ കുഴലിലൂടെ വെള്ളം മുകളിലേക്ക് അഥവാ ഏതിന് ഓപ്പോസിറ്റ് ആയിട്ട്? ഗുരുത്വാകർഷണ ബലത്തിന് എതിരെ. കാരണം നമുക്കറിയാം ഗുരുത്വാകർഷണം താഴേക്കാണല്ലോ. ആ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ മുകളിലേക്ക്, ഗുരുത്വാകർഷണം താഴേക്കാണ് അപ്പോൾ മുകളിലേക്ക്. ഗുരുത്വാകർഷണ ബലത്തിന് വേറെ പേരോട് പറയാം, ഗുരുത്വാകർഷണ ബലമാണല്ലോ ഒരു വസ്തുവിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ, ഭാരം എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ഇങ്ങനെയും പറയാം, ആ ജലത്തിന്റെ ഭാരത്തിനെതിരെ എന്നും പറയാം, അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ എന്നും പറയാം. അപ്പൊ എന്താ പറഞ്ഞ, ഒരു നേരിയ കുഴലിലൂടെ ജലത്തിന്റെ ഭാരത്തിനെതിരെ അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ വെള്ളം ഇങ്ങനെ ഉയരുന്നതിനെ പറയുന്ന പേരാണ് കേശിക ഉയർച്ച എന്ന് പറയുന്നത്. അതേപോലെ ദ ഡിപ്രഷൻ ഓഫ് വാട്ടർ ത്രൂ നാരോ ട്യൂബ് ഈസ് കോൾഡ് കാപ്പിലറി ഫോൾ അഥവാ കേശിക താഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കുഴലിലൂടെ വെള്ളം താഴുന്നതിനെ കേശിക താഴ്ച അഥവാ കാപ്പിലറി ഡിപ്രഷൻ എന്നും പറയുന്നു. അപ്പൊ എന്താണ് കാപ്പിലറി റൈസ്, എന്താണ് കാപ്പിലറി ഫോൾ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ കാപ്പിലറി ഫോൾ എന്നും പറയാറുണ്ട് കേട്ടോ. കാപ്പിലറി ഡിപ്രഷനെ കാപ്പിലറി ഫോൾ എന്നും പറയാറുണ്ട് അഥവാ കേശിക താഴ്ച. ഇത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ചെക്ക് ചെയ്യണം എന്തെന്നറിയോ? ഈ കേശിക ഉയർച്ചക്കും കേശിക താഴ്ചക്കും അഥവാ കാപ്പിലാരിറ്റി അഥവാ കേശികത്വം എന്നുള്ള ആ ഒരു ഫിനോമിനൻ, ആ ഒരു പ്രതിഭാസത്തിന് കാരണക്കാരൻ ആരാണ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ കേശികത്വം ഉണ്ടാവുന്നത് എന്നാണ് നമ്മൾ കാപ്പിലാരിറ്റി അഥവാ കാപ്പിലാരിറ്റി അഥവാ കേശികത്വത്തിന് കാരണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വസ്തുതയാണ്. അതൊന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് അതിലേക്ക് വരാം. എങ്കിൽ മാത്രമേ നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേം ആണ് സർഫസ് ടെൻഷൻ അഥവാ മലയാളക്കാര് പ്രതലബലം എന്നറിഞ്ഞു വെക്കാം. സർഫസ് ടെൻഷൻ അഥവാ പ്രതലബലം. എന്താണ് സർഫസ് ടെൻഷൻ അഥവാ പ്രതലബലം? ആ പേരിൽ തന്നെ ചിലപ്പോൾ അത് കിട്ടുന്നുണ്ടാവും, സർഫസ് ടെൻഷൻ. ഈ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഫിസിക്സിൽ ഒരു ഫോഴ്സ് ആണ് കേട്ടോ. നമ്മൾ സാധാരണ ടെൻഷൻ എന്ന് പറയാറില്ല. നമ്മുടെ മനുഷ്യന്മാർക്ക് നമ്മൾ ടെൻഷൻ എന്താ പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ് നമ്മൾ പറയും. പക്ഷെ ആക്ച്വലി ആ ടെൻഷൻ അല്ല. ഫിസിക്സിൽ നമ്മൾ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? അതൊരു ബലമാണ്, ഒരു ഫോഴ്സ് ആണ് ശരിക്കും ടെൻഷൻ. ഓക്കെ, അപ്പൊ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ പ്രതലബലം. ആ പേരിലുണ്ട് അത് പ്രതലബലം. സർഫസിൽ ഉണ്ടാവുന്ന ബലമാണ്, സർഫസിൽ ഉണ്ടാവുന്ന ഒരു ഫോഴ്സ് ആണത്. അതെന്താ നമുക്ക് നോക്കി നോക്കാം. അതിന്റെ ഡെഫിനിഷൻ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് വരാം. എന്താണെന്ന് നോക്കാം. ശ്രദ്ധിക്കുക നിങ്ങൾ. അതിന്റെ ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ. ഡ്യൂ ടു ദ മ്യൂച്വൽ അട്രാക്ഷൻ ഓഫ് മോളിക്യൂൾസ് ഓൺ ദി സർഫസ് ഓഫ് വാട്ടർ, ദ സർഫസ് ഈസ് സ്ട്രെച്ച്ഡ് ലൈക്ക് എ മെംബ്രെയിൻ. ദ ഫോഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദിസ് ഈസ് കോൾഡ് സർഫസ് ടെൻഷൻ. എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയോ? ശ്രദ്ധിച്ചോ. ജലോപരിതലത്തിലെ കണികകൾ പരസ്പരം ആകർഷിക്കുന്നത് മൂലം ജലോപരിതലം ഒരു പാട പോലെ വലിഞ്ഞു നിൽക്കുന്നു. ഇതിന് കാരണമായ ബലമാണ് പ്രതലബലം. എന്ന് പറഞ്ഞാലേ നമ്മൾ വെള്ളത്തിന്റെ സർഫസിൽ വെള്ളത്തിൽ ഒരുപാട് മോളിക്യൂൾസ്, വാട്ടർ മോളിക്യൂൾസ് അഥവാ പിന്നെ കണികകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. ഒരുപാട് ജലകണികകളുണ്ട്. ഈ ജലകണികകൾ തമ്മിലുള്ള അട്രാക്ഷൻ അഥവാ പരസ്പരം ആകർഷിക്കുന്നത് മൂലം തമ്മിലുള്ള ആ മോളിക്യൂൾസിന്റെ മ്യൂച്വൽ അട്രാക്ഷൻ കാരണം എന്ത് ചെയ്യുന്നറിയോ? ഈ ജലത്തിന്റെ സർഫസിൽ അഥവാ വെള്ളത്തിന്റെ സർഫസിൽ, വാട്ടറിന്റെ സർഫസിൽ, ആ പ്രതലത്തില് എന്ത് ചെയ്യും? ഈ ഉള്ള മോളിക്യൂൾസ് പരസ്പരം ഇങ്ങനെ അട്രാക്ട് ചെയ്ത് നിൽക്കുക, പരസ്പരം ഇങ്ങനെ ആകർഷിച്ച് നിൽക്കുക. അപ്പൊ അങ്ങനെ അവരിങ്ങനെ ആകർഷിച്ച് നിൽക്കുന്നത് കൊണ്ട് ഈ വെള്ളത്തിന്റെ സർഫസ് ഒരു വലിഞ്ഞു നിൽക്കുക,
ഒരു സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ എന്നതിന് പറയാം. സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു വലിഞ്ഞു നിൽക്കുന്ന ഒരു പാട പോലെ ഇങ്ങനെ വലിഞ്ഞു നിൽക്കുന്നതാണ്. ആ പാട പോലെ വലിഞ്ഞു നിൽക്കാൻ കാരണമായ ആ ഫോഴ്സ്, ആ ബലത്തെ വിളിക്കുന്ന പേരാണ് സർഫസ് ടെൻഷൻ. ഐ ഗോട്ട് ഇറ്റ്? ക്ലിയർ ആവുന്നുണ്ടോ? എന്താ പറഞ്ഞേ? ഒന്നുകൂടെ പറഞ്ഞുതരാം. സംഭവത്തിലുള്ളൂ, ഈ വെള്ളത്തിന്റെ സർഫസിൽ, വെള്ളത്തിന് നല്ല ലിക്വിഡ് ഉണ്ടാവുന്നത്, വെള്ളത്തിന്റെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് പറയാം. വെള്ളത്തിന്റെ സർഫസിലുള്ള ആ വാട്ടർ മോളിക്യൂൾസ് അഥവാ ജല തന്മാത്രകൾ, ജലകണികകൾ എന്നൊക്കെ നമുക്ക് പറയാം. ആ ജലകണികകൾ പരസ്പരം ഒരു ആകർഷണമുണ്ട്. ആ ആകർഷണ ബലം കാരണം ഈ വെള്ളത്തിന്റെ സർഫസ്, പ്രതലം, ആ ജലോപരിതലം ഇങ്ങനെ വലിഞ്ഞു നിൽക്കും. ഒരു പാട പോലെ അങ്ങനെ നിൽക്കുന്ന പറയും. ഇറ്റ് ബിഹേവ് ലൈക്ക് എ സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ. ആ പേര് ശ്രദ്ധിക്കണം, സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ. ഒരു പാട പോലെ ഇങ്ങനെ വലിഞ്ഞു നിൽക്കും. ഇങ്ങനെ വലിഞ്ഞു നിൽക്കാൻ, ആ സ്ട്രെച്ച് ചെയ്യാൻ, വലിഞ്ഞു നിൽക്കാൻ കാരണമായ ആ ഫോഴ്സ്, ആ ബലത്തെ വിളിക്കുന്ന പേരാണ് പ്രതല ബലം അഥവാ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാല്. ക്ലിയർ ആവുന്നുണ്ടോ? ഈ സർഫസ് ടെൻഷൻ ആണ് ശരിക്കും എന്തിനൊക്കെ കാരണം അറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ചില ഇൻസെക്റ്റുകളൊക്കെ വളരെ വെയിറ്റ്, വളരെ ഭാരം കുറഞ്ഞ ഇൻസെക്റ്റുകളൊക്കെ വെള്ളത്തിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഈസി ആയിട്ട് നടന്നു പോകണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ആ ചിത്രം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ആ വെള്ളത്തിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? ചില ഇൻസെക്റ്റുകൾ ഇങ്ങനെ ഈസി ആയിട്ട് നടന്നു പോകാൻ പറ്റും. എന്താ കാരണം? ആ വെള്ളത്തിന്റെ മുകളിൽ ഒരു സ്ട്രെച്ച്ഡ് മെംബ്രെയിനെ പോലെ ബിഹേവ് ചെയ്യാണ്. കാരണം ഒരു വലിഞ്ഞു നിൽക്കുന്ന ഒരു പാട പോലെയാണ്. അപ്പൊ ഒരു പാടമ്മ കൂടെ അങ്ങനെ നടന്നു പോണ പോലെ ആർക്ക് ഫീൽ ചെയ്യുള്ളൂ? ഈ ചെറിയ ഇൻസെക്റ്റുകൾ. വളരെ വെയിറ്റ് കുറഞ്ഞതേ പറ്റുള്ളൂ കേട്ടോ. വെയിറ്റ് കൂടുതലാണെങ്കിൽ അത് പൊട്ടിപ്പോകും, അത് താഴേക്കും. കാരണം നമുക്കറിയാം, നമുക്ക് വെള്ളത്തിന് നടക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. വളരെ ചെറിയ ഇൻസെക്റ്റുകൾക്ക് ഈസി ആയിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്, നമ്മൾ വെള്ളത്തിന്റെ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് വളരെ വെയിറ്റ് കുറഞ്ഞ ഒരു ബ്ലേഡോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക പേപ്പർ ക്ലിപ്പൊക്കെ ഉണ്ടാവും. നമ്മൾ പേപ്പർ പാടിക്കാൻ വേണ്ടിയിരുന്ന ആ ക്ലിപ്പൊക്കെ നമ്മളിങ്ങനെ ആ വെള്ളത്തിന്റെ സർഫസിൽ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വെള്ളത്തിന്റെ സർഫസിൽ എന്ത് ചെയ്യും? അതിങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കണമെന്ന് കണ്ടിട്ടുണ്ടാവും. ഇതിനൊക്കെ കാരണം എന്താ? ഈ സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ അഥവാ ഈ പിന്നെ വലിഞ്ഞു നിൽക്കുന്ന ഒരു പാട പോലെ നിൽക്കുക എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതിനൊക്കെ കാരണക്കാരനായ ഫോഴ്സ്, ആ ബലമാണ് സർഫസ് ടെൻഷൻ അഥവാ പ്രതല ബലം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, എക്സാമിന് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഈ വളരെ വെയിറ്റ് കുറഞ്ഞ, ഭാരം കുറഞ്ഞ ഇൻസെക്റ്റുകൾക്കൊക്കെ അഥവാ പ്രാണികൾക്കൊക്കെ വെള്ളത്തിന്റെ മുകളിൽ കൂടെ ഈസി ആയിട്ട് നടന്നു പോകാൻ പറ്റുന്നത്? എന്താണെന്ന് വെച്ചാൽ അതിന് കാരണക്കാരനായ ഫോഴ്സ് പ്രതല ബലം അഥവാ സർഫസ് ടെൻഷൻ ആണ്. ആ വെള്ളം ഒരു സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ അഥവാ പിന്നെ ഒരു വലിഞ്ഞു നിൽക്കുന്ന പാട പോലെ ബിഹേവ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി പ്രതല ബലവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അഥവാ സർഫസ് ടെൻഷനുമായി റിലേറ്റ് ചെയ്ത ഒരു കാര്യം കൂടെ. എന്താ സംബന്ധം അറിയോ? നിങ്ങൾ ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇതേപോലെ പരീക്ഷണം ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മുടെ വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുക്കുക. അങ്ങനെ എന്തിനാണെന്നറിയോ? ആ വെള്ളം എടുത്തിട്ട് അതിൽ ഇതേപോലെ ആ ചിത്രത്തിൽ കാണിച്ച പോലെ ഒരു ബ്ലേഡ് ഇങ്ങനെ അതിൽ ബാലൻസ് ചെയ്ത് നിർത്തി അതിന്റെ സർഫസിൽ നിർത്താൻ പറ്റും. കാരണം അതിന് ഒരു സ്ട്രെച്ച് മെംബ്രെയിൻ അഥവാ പ്രതല ബലം കാരണം ഒരു പിന്നെ വലിഞ്ഞു നിൽക്കുന്ന ഒരു പാട പോലെ നിൽക്കുന്നൊക്കെ നമ്മൾ പറഞ്ഞത്. അപ്പൊ അത് കാരണം ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റും. ഇനി ഒരു കാരണം ചെയ്യാം. അപ്പൊ അതിങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഒരു സോപ്പ് എടുത്തിട്ട്, നമ്മുടെ വീട്ടിലെ സോപ്പ് ഉണ്ടാവുമല്ലോ, ആ സോപ്പ് എടുത്തിട്ട് ആ വെള്ളത്തിന്റെ സർഫസിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കാം. വെള്ളത്തിന്റെ സർഫസിൽ ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം കാണാൻ പറ്റും. എന്താ നിങ്ങൾ കാണുന്നത്? നോക്കിയോണ്ടോ, നിങ്ങൾക്ക് ചെയ്ത് നോക്കുന്ന പരീക്ഷണമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താണെന്നറിയോ? ഒന്നെങ്കിൽ ആ ബ്ലേഡ് അവിടെ നിന്ന് ഇങ്ങനെ മാറിപ്പോകും, അല്ലെങ്കിൽ ബ്ലേഡ് അതിൽ താഴ്ന്നു പോകുന്നത് കാണാൻ പറ്റും. എന്തായിരിക്കും ഇവിടെ സംഭവിക്കുന്നുണ്ടാവുക? ആക്ച്വലി എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല, ഈ പിന്നെ പ്രതല ബലത്തെ സ്വാധീനിക്കുന്ന ഒരു സംഭവമാണത്. അഥവാ ഈ സോപ്പ്, അതേപോലെ ഡിറ്റർജന്റ് എന്നൊക്കെ അങ്ങനത്തെ സാധനങ്ങൾ, സോപ്പ്, അതുപോലെ സോപ്പ് പൊടി പോലെയുള്ള അലക്കാൻ ഉപയോഗിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ അങ്ങനത്തെ ഡിറ്റർജൻസ് ഒക്കെ ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കുന്ന അറിയോ? പ്രതല ബലം അഥവാ സർഫസ് ടെൻഷൻ കുറയും. അപ്പൊ സർഫസ് ടെൻഷൻ കുറഞ്ഞപ്പോൾ നേരത്തെ അത്ര തന്നെ ആ സ്ട്രെച്ച് ചെയ്യാൻ അതിന് കഴിയില്ല, വലിഞ്ഞു നിൽക്കാൻ കഴിയില്ല. ആ വലിഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണല്ലോ അതിന്റെ മുകളിൽ ഈസിയായിട്ട് ബാലൻസ് നിർത്താൻ പറ്റുന്നത്. അപ്പോൾ ഈ സോപ്പിന്റെ പ്രത്യേകതയാണ്, സോപ്പ് അതേപോലെ ഡിറ്റർജന്റ് ഒക്കെ പ്രത്യേകതയാണ്, അവർക്ക് പ്രതല ബലം, വെള്ളത്തിന്റെ സർഫസ് ടെൻഷൻ കുറക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ ആ സോപ്പ് അഥവാ ഡിറ്റർജന്റ് അതിലേക്ക് ആഡ് ചെയ്തപ്പോൾ വെള്ളത്തിന്റെ സർഫസ് ടെൻഷൻ കുറഞ്ഞു അഥവാ പ്രതല ബലം കുറഞ്ഞു. അതുകൊണ്ടാണ് ഈ ബ്ലേഡ് വെള്ളത്തിൽ മുങ്ങിപ്പോയത്. ഓക്കെ, അപ്പൊ നമ്മൾ സർഫസ് ടെൻഷനെ കുറിച്ച് അഥവാ പ്രതല ബലത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അല്ലെ? സർഫസ് ടെൻഷൻ അഥവാ പ്രതല ബലം എന്ന് പറഞ്ഞ സംഭവം എന്താ മനസ്സിലാക്കി? അവിടെ ആ മോളിക്യൂൾസിന്റെ ആ സർഫസിൽ ഉണ്ടാകുന്ന വാട്ടർ മോളിക്യൂൾ അഥവാ ജലതന്മാത്രകൾ, ജലകണികകൾ തമ്മിലുള്ള ആകർഷണ ബലം കൊണ്ടാണ് ഇതുണ്ടാവണം നമ്മൾ മനസ്സിലാക്കിയില്ലേ? അപ്പോ ഏതൊക്കെ തരം ബലങ്ങളാണ് ഈ ജല തന്മാത്രകൾ തമ്മിൽ അല്ലെങ്കിൽ ആ ജലത്തിന്റെ സർഫസിൽ അഥവാ ജലോപരിതലത്തിൽ ഉണ്ടാവുക? ആ വാട്ടറിന്റെ സർഫസിൽ ഏതൊക്കെ ടൈപ്പ് ഫോഴ്സ്, എത്ര ടൈപ്പ് ബലം ഉണ്ട് എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ട് 2 തരം ബലങ്ങളാണ് ആ പിന്നെ ജലോപരിതലത്തിൽ നമുക്ക് പറയാൻ പറ്റുക. ഏതാണെന്നറിയോ? ഒന്ന് കോഹിസീവ് ഫോഴ്സ് അഥവാ കൊഹിഷൻ ബലവും എന്നും മറ്റൊന്ന് അഡിസീവ് ഫോഴ്സ് അഥവാ അഡിഷൻ ബലം.
എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാൻ 1-2 എക്സാമ്പിളൂടെ പറയാം. നിങ്ങൾ വെള്ളത്തിന്റെ 2 തുള്ളികൾ, ആ 2 ഡ്രോപ്പ് വാട്ടർ ഡ്രോപ്സ് ഇങ്ങനെ അടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് തമ്മിൽ ടച്ച് ചെയ്യിപ്പിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് ഒറ്റ തുള്ളിയായിട്ട് മാറില്ലേ? ആലോചിച്ച് നിങ്ങൾ. അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ, ഇനിയിപ്പോൾ വെള്ളം തന്നെ വേണമെന്നില്ല, അതേപോലെ നമ്മൾ 2 തേനിന്റെ 2 കണങ്ങൾ നമ്മൾ ഇതേപോലെ 2 ഡ്രോപ്സ് എടുത്തിട്ട് ഇങ്ങനെ അടുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ ടച്ച് ചെയ്യിച്ചാൽ രണ്ടും കൂടെ ചേർന്ന് ഒന്നാവും. അതേപോലെ മെർക്കുറി നിങ്ങൾക്ക് പരിചയമുണ്ടാവും. ആ മെർക്കുറിയും ഇതേപോലെ 2 ഡ്രോപ്പ് എടുത്തിട്ട് ഇങ്ങനെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചാൽ ഇവരും എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ തമ്മിൽ ചേർന്നിട്ട് ഒറ്റ ഡ്രോപ്പായിട്ട് മാറുന്നുണ്ട്. ഇവിടെയൊക്കെ ശരിക്കും സംഭവിക്കണം എന്താ? ഇവിടെ ഞാൻ പറഞ്ഞത് രണ്ടും ഒരേപോലത്തെ ഡ്രോപ്പ് അല്ലേ പറഞ്ഞത്? രണ്ടും വാട്ടർ മോളിക്യൂളാ പറഞ്ഞ, അല്ലെങ്കിൽ വാട്ടറിന്റെ ഡ്രോപ്സ് പറഞ്ഞു, അതുപോലെ മെർക്കുറിന്റെ ഡ്രോപ്സ് പറഞ്ഞു, ഹണി ഡ്രോപ്സ് പറഞ്ഞു. ഇങ്ങനെ എല്ലാ 2 വസ്തുക്കളും ഒരേപോലത്തതല്ലേ പറഞ്ഞ്? അപ്പോ ശരിക്കും അവിടെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് അത് രണ്ടും കൂടെ ചേർന്നിട്ട് ഒന്നാവണമെന്ന് അറിയോ? ഇവർ തമ്മിലൊരു ബലം ഉണ്ടാവുകൊണ്ടല്ലേ. അഥവാ ഈ എന്റെ ഒരു കയ്യിലുള്ള വാട്ടർ മോളിക്യൂളും അടുത്ത കയ്യിലുള്ള വാട്ടർ മോളിക്യൂളും, ഈ 2 വാട്ടർ മോളിക്യൂൾ അഥവാ ജല തന്മാത്രകൾ തമ്മിൽ ഒരു അട്രാക്ഷൻ, ഒരു ആകർഷണ ബലം ഉള്ളത് കൊണ്ടല്ലേ ഇവർ തമ്മിൽ ചേർന്ന് ഒന്നായത്. അതേപോലെ തന്നെ ഇവിടേക്ക് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഒക്കെ ശ്രദ്ധിച്ചേ, രണ്ടും ഒരേപോലത്തെ ഒരു വെള്ളത്തിന്റെ തുള്ളിയും ഒരു തേനിന്റെ തുള്ളിയും എന്നല്ല നമ്മൾ പറഞ്ഞത്. ഒരു വെള്ളത്തിന്റെ തുള്ളി അതേപോലെ മറ്റൊരു വെള്ളത്തിന്റെ തുള്ളി, അങ്ങനെ 2 വാട്ടർ ഡ്രോപ്പ്, അതുപോലെ 2 ഹണി ഡ്രോപ്സ്, 2 മെർക്കുറി ഡ്രോപ്സ്, ഇങ്ങനെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇവിടെയൊക്കെ എന്താ ഒരു കോമൺ ആയിട്ടുള്ള എന്താ? രണ്ടിലും ഒരേപോലത്തെ മോളിക്യൂളാണ്. ഇങ്ങനെ ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആ ആകർഷണ ബലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൊഹിഷൻ ബലം എന്നാണ് പറയാ. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ബലം അഥവാ ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ സിമിലർ മോളിക്യൂൾസ് ഈസ് കോൾഡ് കൊഹിസീവ് ഫോഴ്സ്. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ കൊഹിഷൻ ബലം എന്ന് പറയുന്നു. ഓക്കെ അല്ലേ? എന്നാൽ മറ്റു കുറച്ച് എക്സാമ്പിളോടെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഒരു സ്കെയിലോ അല്ലെങ്കിൽ ഒരു പെൻസിലോ അല്ലെങ്കിൽ ഒരു ഈർക്കില് എന്ത് ചെയ്യാ, ഒരു വെള്ളത്തില് ഒരു ഗ്ലാസ് വെള്ളത്തിൽ എടുത്തിട്ട് എന്ത് ചെയ്യാണ്, ആ ഈർക്കിൽ നമ്മൾ അതിലിങ്ങനെ മുക്കിയെടുത്താല് അതിങ്ങനെ അതിന് ഡിപ്പ് ചെയ്തിട്ട് ആ ഈർക്കിൽ പുറത്തേക്ക് എടുത്താൽ, അല്ലെങ്കിൽ ആ പെൻസിൽ പുറത്തേക്ക് എടുത്താൽ ആ പെൻസിലിൽ അല്ലെങ്കിൽ ആ ഈർക്കിലിൽ വെള്ളത്തിന്റെ ആ വെള്ളം ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓക്കെ. ഇവിടെ രണ്ടും ഒരേ തരം മോളിക്യൂളാണോ? അല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. വെള്ളമാണ് ഒന്ന്. വെള്ളം ഇങ്ങനെ ഈർക്കിലിൽ പറ്റി പിടിച്ചിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ രണ്ടും വെള്ളമായിരുന്നു, വെള്ളത്തിന്റെ മോളിക്യൂൾസ് നമ്മൾ അട്രാക്ഷൻ പറഞ്ഞു. ഇവിടെ വെള്ളവും ഈർക്കിലുമാണ്. അതേപോലെ തന്നെ മറ്റൊരു ഉദാഹരണം പറയാം. നമ്മൾ ഈ ബ്ലാക്ക് ബോർഡിലൊക്കെ, വൈറ്റ് ബോർഡാണ്, നമുക്ക് ബ്ലാക്ക് ബോർഡിലൊക്കെ നമ്മൾ എഴുതുമ്പോൾ ചോക്ക് ഉപയോഗിച്ച് എഴുതാറുണ്ട് അല്ലേ? ഇങ്ങനെ ചോക്ക് ഉപയോഗിച്ച് എഴുതുമ്പോൾ ആ ചോക്ക് പൊടി അല്ലെങ്കിൽ ചോക്കിലെ ആ തന്മാത്രകൾ അല്ലെങ്കിൽ ആ ചോക്ക് കണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ബ്ലാക്ക് ബോർഡിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് കൊണ്ടല്ലേ നമുക്കത് കാണാൻ പറ്റുന്നത്, ഏരിയ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതും അതേപോലെ ഒന്ന് ചോക്ക് പൗഡർ ആണ്, അതേപോലെ മറ്റൊന്ന് ആ ബ്ലാക്ക് ബോർഡ് ആണ്. രണ്ടും ഒരേപോലത്തതാണോ? അല്ല. ദെൻ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഈ ക്യാഷ് ഒക്കെ എണ്ണണ സമയത്ത്, നമ്മൾ പൈസ നമ്മള് നോട്ട് എണ്ണണ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നോട്ട് ഇങ്ങനെ എണ്ണ ചിലപ്പോൾ 2 കൂടി ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഒരു കൈ ഇങ്ങനെ നനച്ചു കൊടുക്കാറുണ്ട്. കൈ നനച്ചിട്ട് എന്ത് ചെയ്യും? നമ്മളിതിങ്ങനെ ആ നോട്ട് ഇങ്ങനെ ഉണ്ടോ അല്ലേ? അവിടെ നോക്കിയായിരിക്കും നിങ്ങൾ ഇവിടെയൊക്കെ ഡിഫറെന്റ് ഒന്ന് നമ്മളെ കയ്യിലുള്ള ആ മോളിക്യൂൾസും മറ്റൊന്ന് നോട്ടിലുള്ള മോളിക്യൂളാണ്. രണ്ടും ഒരേപോലെയാണോ? അല്ല. ഇവിടെയും ആ നോട്ട് ഇടുമ്പോൾ പെട്ടെന്ന് കിട്ടാൻ കാരണം എന്താ? കയ്യിലുള്ള മോളിക്യൂള് ആ നോട്ടിലുള്ള മോളിക്യൂൾ നമ്മളൊരു അട്രാക്ഷൻ ഉള്ളത് കൊണ്ടല്ലേ. അതേപോലെ ഈർക്കിലിൽ വെള്ളം പറ്റി പിടിച്ചിരിക്കാനുള്ള കാരണം എന്താ? ആ വെള്ളത്തിന്റെ മോളിക്യൂളും ഈർക്കിലും നമ്മളൊരു അട്രാക്ഷൻ ഉള്ളത് കൊണ്ടല്ലേ. അതുപോലെ ബ്ലാക്ക് ബോർഡിൽ ആ ചോക്കിന്റെ പൗഡർ, ചോക്ക് കണങ്ങൾ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കാനുള്ള കാരണം എന്താ? ഈ ബ്ലാക്ക് ബോർഡും ആ ചോക്ക് കണങ്ങളും തമ്മിലൊരു ആകർഷണം ഉള്ളത് കൊണ്ടല്ലേ. ഇതൊന്നും ഒരേപോലത്തെ മോളിക്യൂൾ അല്ലല്ലോ. ഇങ്ങനെ വ്യത്യസ്ത ഇനം മോളിക്യൂളുകൾ തമ്മിലുള്ള ബലത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഡിസീവ് ഫോഴ്സ് അഥവാ അഡിഷൻ ബലം എന്നാണ് പറയാ. വ്യത്യസ്ത മൂലകങ്ങൾ തമ്മിലുള്ള, വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെ വിളിക്കുന്ന പേരാണ് അഡിഷൻ ബലം. ഓക്കെ, അഥവാ അഡിസീവ് ഫോഴ്സ്. അപ്പൊ എന്താ അഡിസീവ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഡിഫറന്റ് മോളിക്യൂൾസ് ഈസ് കോൾഡ് അഡിസീവ് ഫോഴ്സ്. അപ്പൊ രണ്ടും നമ്മൾ മാറി പോകരുത്. കൊഹിസീവ് എന്ന് പറഞ്ഞാൽ ഒരേപോലത്തെ മോളിക്യൂള്, അഡിസീവ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത മോളിക്യൂള്. ഇത് ഓർത്തു വെക്കാൻ നിങ്ങൾ ഇങ്ങനെ ഓർത്തു വെച്ചാൽ മതി. കൊഹിസീവ് എന്നുള്ളത് കോമൺ ആയിട്ടുള്ള മോളിക്യൂൾ, ഒരേപോലത്തെ അല്ലേ, സിമിലർ അല്ലേ. അപ്പൊ കൊഹിസീവ് കോമൺ അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. കോമൺ ആയിട്ടുള്ളത് ഒരേപോലത്തത് കൊഹിസീവ്. അപ്പൊ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ മതി നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ ഒരേപോലുള്ളത് കൊഹിസീവ് കോമൺ അങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. ഒരേപോലുള്ള മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ആണ് കൊഹിസീവ് ഫോഴ്സ്. വ്യത്യസ്ത ഇനം മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ് ആണ് അഡിസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. ഇത്രയും ഓർത്തു വെക്കുക. ഇനി ഈ തന്നിരിക്കുന്ന ചിത്രം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങള് ചിത്രം നേരെ നോക്കിയോ? അങ്ങോട്ട് ശ്രദ്ധിച്ചില്ലേ? ഓക്കെ, എന്താ കാണാൻ പറ്റുന്നത്?
അവിടെ ആ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിൽ ഉണ്ടാകുന്ന ബലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കല്ലേ. ആ വെള്ളത്തിൽ ഏതൊക്കെ ഫോഴ്സസ് ഉണ്ടാവും എന്ന് നോക്കുക. ആദ്യം നമ്മളിപ്പോൾ 2 ടൈപ്പ് ഫോഴ്സ് പഠിച്ചില്ലേ, കൊഹസീവ് ഫോഴ്സും അഡ്ഹസീവ് ഫോഴ്സും പഠിച്ചല്ലോ. അപ്പൊ അതില് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഫസ്റ്റ് ആ പാത്രവുമായിട്ട് ടച്ച് ചെയ്യുന്ന ഭാഗത്ത്, വെള്ളം പാത്രവുമായിട്ട് ടച്ച് ചെയ്യുന്ന ഭാഗത്ത് ഒരു ബലം ഉണ്ടാവില്ലേ? ഏതായിരിക്കും ആ ബലം? അതന്നെ അഡ്ഹസീവ് ഫോഴ്സ്, അഡിഷൻ ബലം അല്ലേ? കാരണം എന്താ, വെള്ളത്തിലെ മോളിക്യൂൾസ്, വെള്ളത്തിന്റെ തന്മാത്രകൾ, ജല തന്മാത്രകൾ തമ്മിലൊരു ഫോഴ്സ് ഉണ്ടാവും. ദെൻ അതേപോലെ തന്നെ ആ വാട്ടർ മോളിക്യൂളും അതേപോലെ ഈ പാത്രവും തമ്മിൽ രണ്ടും ഒരേപോലത്തെ മോളിക്യൂൾ ആണോ? അല്ല, വ്യത്യസ്തമായ മോളിക്യൂൾ അല്ലേ? അതിന് നമ്മൾ പറയാ അഡ്ഹസീവ് ഫോഴ്സ് അഥവാ അഡിഷൻ ബലം. അപ്പൊ അവിടെ ഒരു അഡിഷൻ ബലം ഉണ്ട്. എന്നാൽ വെള്ളത്തിന്റെ സർഫസിൽ ഏത് ബലം ഉണ്ടാവാൻ നോക്കിയേ? വെള്ളത്തിന്റെ സർഫസിൽ മാത്രമല്ലല്ലോ, വെള്ളത്തിന്റെ സർഫസിൽ വെള്ളത്തിന്റെ കണികൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ വെള്ളത്തിന്റെ കണികൾ തമ്മിലുള്ള ബലം ഉണ്ടാവുക, അതേത് ബല? യെസ്, കൊഹസീവ് ഫോഴ്സ് അഥവാ കൊഹിഷൻ ബലമാണ്. ഇങ്ങനെ 2 ബലം അവിടെ ഉണ്ട് മനസ്സിലാക്കും. വെള്ളത്തിന്റെ ആ സർഫസിൽ കൊഹിഷൻ ബലം മാത്രമേ ഉള്ളൂ. എന്നാൽ ആ വെള്ളം പാത്രവുമായിട്ട് ചേരുന്ന ഭാഗത്ത് ഏതാണ്? അഡിഷൻ ബലം ഉണ്ട്. കാരണം പാത്രവും വെള്ളവും ഒരേ തരം മോളിക്യൂൾ ആണോ? അല്ല, 2 വ്യത്യസ്ത വസ്തുക്കളാണ്. അതുകൊണ്ട് തന്മാത്രകളും വ്യത്യസ്തമായിരിക്കും, അഥവാ മോളിക്യൂൾ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ബലവും വ്യത്യസ്തമായ അഥവാ അഡിഷൻ ബലമാണ് അവിടെ ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി ഈ അപ്പൊ ഇവിടെ കൊഹിഷൻ ബലം അഡിഷൻ ബലം ഉണ്ട് നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഇനി ഈ ആ വെള്ളം പാത്രവുമായിട്ട് ചേരുന്ന ഭാഗത്ത് വെള്ളം ഇങ്ങനെ കുറച്ച് പൊങ്ങി നിൽക്കുന്നത് ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ? ആ ചിത്രം നേരെ ശ്രദ്ധിച്ചു നോക്ക്. ആ വെള്ളം ഇങ്ങനെ ആ പാത്രവുമായി ചേരുന്ന ഭാഗത്ത് വെള്ളം ഇങ്ങനെ കുറച്ച് പൊങ്ങി നിൽക്കുന്നുണ്ട്. എന്തായിരിക്കും അതിന് കാരണം എന്നൊന്ന് ആലോചിച്ച് നോക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? കിട്ടിയോ? യെസ്, ഇത്രയുള്ളൂ അതിന്റെ കാരണത്തിലുള്ള നമ്മൾ മനസ്സിലാക്കി. ഇവിടെ 2 ബലങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി അല്ലെ? ഏതൊക്കെ? ഇവിടെ ആ പാത്രത്തിലെ വെള്ളത്തിന്റെ മോളിക്യൂൾസ്, വെള്ളത്തിന്റെ തന്മാത്രകൾ അഥവാ വാട്ടർ മോളിക്യൂൾസ് തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്. അതാണ് കൊഹസീവ് ഫോഴ്സ്, കൊഹിഷൻ ബലം. അതേപോലെ തന്നെ ഈ വാട്ടർ മോളിക്യൂളും അതേപോലെ ആ പാത്രത്തിന്റെ മോളിക്യൂൾസും തമ്മിൽ ഒരു ഫോഴ്സ് അഥവാ ഒരു ബലമുണ്ട്. അതായത് അഡ്ഹസീവ് ഫോഴ്സ്. ആ വെള്ളം ഇങ്ങനെ പാത്രത്തിലേക്ക് കയറി നിൽക്കാൻ കാരണം ശരിക്കും എന്താ? ഇങ്ങോട്ട് കൂടുതൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് വെള്ളത്തിലേക്ക് കയറി നിൽക്കാൻ. ആലോചിച്ചാൽ മനസ്സിലാവില്ലേ? അപ്പൊ അവിടെ ഏത് ഫോഴ്സ്, ഏത് ബലം കൂടുതലാണ്? അഡ്ഹസീവ് ഫോഴ്സ് അഥവാ വെള്ളത്തെ ഈ പാത്രം വലിക്കുന്ന ഫോഴ്സ്, ബലം കൂടുതലാണ്. ഏതിനേക്കാൾ? കൊഹസീവ് ഫോഴ്സ് അഥവാ കൊഹിഷൻ ബലത്തേക്കാൾ. കാരണം കൊഹിഷൻ ബലമാണ് കൂടുതൽ, അങ്ങോട്ടല്ലേ മാറി നിൽക്കേണ്ടത്. ഇത് അങ്ങനെയല്ല ഉണ്ടായത്, ഇങ്ങനെ ആ പാത്രത്തിൽ ഇങ്ങനെ കയറി നിൽക്കുക. അതിന്റെ അർത്ഥം എന്താ? ഇങ്ങോട്ട് വലിക്കുന്ന ആ ഫോഴ്സ്, ആ ബലം കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ വെള്ളം ആ പാത്രവുമായിട്ട് ടച്ച് ചെയ്യുന്ന ഭാഗത്ത്, ആ ഒരു ഭാഗത്ത് മാത്രം വെള്ളം ഇങ്ങനെ കയറി നിൽക്കാനുള്ള കാരണം അതാണെന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. നമ്മളിങ്ങനെ നേരത്തെ കാണിച്ച ആ ചിത്രത്തില് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു വിചാരിക്കാം. കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തില്. ഇതില് കുറെ മോളിക്യൂൾസ് നമ്മളിങ്ങനെ പരിഗണിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഇവിടെ കുറെ വാട്ടർ മോളിക്യൂൾ ഉണ്ട്. ഇതൊരു മോളിക്യൂൾ അങ്ങനെ കുറെ വാട്ടർ മോളിക്യൂൾ അഥവാ ജലതന്മാത്ര, കുറെ ജലതന്മാത്രകളാണ്, ഇഷ്ടം പോലെ ഉണ്ടാവും, കോടിക്കണക്കിനുണ്ടാവും നമുക്കറിയാം. അപ്പൊ ഒരുപാട് ജലതന്മാത്രകളുണ്ട്. ഇതിനകത്തുള്ള ഒരു ജലതന്മാത്രയെ പരിഗണിക്കുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഈ ജലതന്മാത്ര ഇവിടെയുള്ള ഒരു മോളിക്യൂള്, ജലതന്മാത്ര ഇതിനെങ്ങോട്ട് അട്രാക്ട് ഉണ്ടാവില്ലേ, വലിക്കുണ്ടാവില്ലേ? കൊഹസീവ് ഫോഴ്സ്. അതേപോലെ ഇത് ഇങ്ങോട്ട് വലിക്കുന്നുണ്ടാവില്ലേ? ഇവിടെയുള്ള മോളിക്യൂൾ ഇങ്ങോട്ട് വലിക്കുണ്ടാവില്ലേ? ഇവിടെയുള്ള മോളിക്യൂൾ അങ്ങോട്ട് വലിക്കുണ്ടാവില്ലേ? ഇവിടെയുള്ള മോളിക്യൂൾ ഇങ്ങോട്ട് വലിക്കുണ്ടാവില്ലേ? ഇവിടെ ഇങ്ങോട്ട് വലിക്കുണ്ടാവില്ലേ? ഇങ്ങോട്ട് വലിക്കുണ്ടാവില്ലേ? അങ്ങനെ നോക്കിയാൽ നിങ്ങൾ ഈ ഒരു മോളിക്യൂളിനെ തന്നെ ഇതിന് ചുറ്റുമുള്ള മോളിക്യൂൾ എല്ലാ ഭാഗത്തേക്കും അട്രാക്ട് ചെയ്യുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും കൊഹിഷൻ ബലം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മോളിക്യൂൾ, ഈ ഒരു തന്മാത്രയിൽ മൊത്തത്തിൽ ഒരു പരിണിത ബലം അഥവാ അതിന്റെ എഫക്റ്റീവ് ഫോഴ്സ് എങ്ങോട്ട് ചോദിച്ചാൽ എങ്ങനെയും ഉണ്ടാവുമോ? ഇതിന് അങ്ങോട്ട് പോകാൻ കഴിയുമോ? ഇല്ല, കാരണം അതിന്റെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് ഫോഴ്സ് ഉണ്ട്. അപ്പൊ 2 ക്യാൻസൽ ആയി പോകും. ഇങ്ങോട്ട് പോകാൻ കഴിയുമോ? ഇല്ല, കാരണം അതിന്റെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് 2 ക്യാൻസൽ ആയി പോകും. അങ്ങനെ എല്ലാ ഭാഗത്തേക്കും അട്രാക്ഷൻ അഥവാ ബലമുള്ളത് കൊണ്ട് മൊത്തത്തിൽ എവിടേക്കും ഫോഴ്സ് ഇല്ല. നെറ്റ് ഫോഴ്സ് 0 നമുക്ക് പറയാം. പരിണിത ബലം 0 ആയിരിക്കും എന്ന് പറയാം. അകത്തുള്ള മോളിക്യൂൾ അഥവാ തന്മാത്രന്റെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത്. എന്നാൽ ഈ വെള്ളത്തിന്റെ സർഫസിലുള്ള ഒരു മോളിക്യൂൾ നിങ്ങൾ പരിഗണിച്ച് നോക്കിയേ. ഈ സർഫസിലുള്ള മോളിക്യൂൾ, ഇവിടെയുള്ള മോളിക്യൂൾ അങ്ങോട്ട് വലിക്കുന്നുണ്ടാവും, അങ്ങോട്ട് അട്രാക്ട് ഉണ്ടാവില്ലേ? ശ്രദ്ധിക്കണില്ലേ നിങ്ങള്? ഇവിടെ അങ്ങോട്ട് അട്രാക്ട് ഉണ്ടാവും. അതേപോലെ ഇവിടെ ഇങ്ങോട്ട് അട്രാക്ഷൻ ഉണ്ടാവും. അതേപോലെ ഇവിടെ താഴേക്ക് ഉണ്ടാവും, ഈ സൈഡിലേക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ മുകളിലേക്കുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ക്യാൻസൽ ചെയ്യാൻ ഓൾക്കാളില്ലല്ലോ. ദെൻ ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി കൂടി. ഇങ്ങോട്ടുള്ള ഫലവും ഇങ്ങോട്ടുള്ള ഫലവും തമ്മിൽ ക്യാൻസൽ ആയി പോയി. പക്ഷെ അതേപോലെ ഈ മൊത്തത്തിൽ എന്താ നോക്കിയത്? ഇതിനൊന്നും ക്യാൻസൽ ചെയ്യാൻ ആളില്ലല്ലോ. അതുകൊണ്ട് മൊത്തത്തിൽ താഴേക്ക് ഇങ്ങനെ ഒരു വലിവല്ലുള്ളത്. അപ്പൊ താഴേക്കുള്ള ഒരു വലിവാണ് ആ സർഫസിൽ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വെള്ളത്തിലുള്ള ആ സർഫസിലുള്ള ആ മോളിക്യൂൾ തന്മാത്രകൾ താഴേക്ക് ഈ ഇങ്ങനെ വലിഞ്ഞു നിൽക്കുന്നുണ്ട്.
അങ്ങനെ താഴേക്ക് പോവാതെ അതിന് സർഫസിൽ തന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ വെള്ളത്തിന്റെ സർഫസ് എന്ത് ചെയ്യുന്നുള്ളത്, ആ ഒരു സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ ഇങ്ങനെ വലിഞ്ഞു നിൽക്കാനുള്ള കാരണം അതാണ്. അല്ലെങ്കിൽ അത് താഴേക്ക് പോകും. കാരണം ഈ മോളിക്യൂൾ താഴേക്ക് പോവാതെ ആ സർഫസിൽ തന്നെ ജലോപരിതലത്തിൽ തന്നെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, ആ വെള്ളത്തിന്റെ സർഫസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ, ഒരു വലിഞ്ഞു നിൽക്കുന്ന ഒരു പാട പോലെ ബിഹേവ് എന്ന് പറഞ്ഞില്ലേ, അത് അതിന് കാരണം ഇതാണ് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ സർഫസ് ടെൻഷന് കാരണമായ ഫോഴ്സ് കൊഹിഷൻ ബലമാണോ അഡിഷൻ ബലമാണോ, അഥവാ കൊഹിസീവ് ഫോഴ്സ് ആണോ അഡിസീവ് ഫോഴ്സ് ആണോ? ആലോചിച്ച് നോക്ക്. യെസ്, അതന്നെ, സിമ്പിൾ അല്ലേ, കോസീവ് ഫോഴ്സ് അല്ലേ. കാരണം സർഫസ് ടെൻഷന് കാരണമായ ഫലം ഏതാണ്? കോസീവ് ഫോഴ്സ് ആണ്. കാരണം അവിടെ ഏത് മാത്രമേ ഉള്ളൂ, ജലത്തിന്റെ മോളിക്യൂൾസ് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ നമുക്കതൊരു പോയിന്റ് ആയിട്ട് പഠിക്കാം. എങ്ങനെ പഠിക്കാം? The surface tension is due to the cohesive force between the molecules on the surface of the liquid. അഥവാ പ്രതല ബലത്തിന് കാരണം ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ കൊഹിഷൻ ബലമാണ്. കൊഹിഷൻ ബലം, ആ ദ്രാവക തന്മാത്രകളുടെ ഉപരിതലത്തിലെ ആ ദ്രാവക തന്മാത്രകളുടെ കൊഹിഷൻ ബലമാണ് ശരിക്കും എന്തിന് കാരണം? സർഫസ് ടെൻഷൻ അഥവാ ഈ പ്രതല ബലത്തിന് കാരണം എന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞതിലേക്ക് തിരിച്ചു പോവാം. നമ്മൾ കൊഹിഷൻ ബലം, അഡിഷൻ ബലം, സർഫസ് ടെൻഷൻ ഒക്കെ മനസ്സിലാക്കിയല്ലോ, പ്രതലബലമൊക്കെ മനസ്സിലാക്കിയല്ലോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിലേക്ക് തിരിച്ചു പോവാം. എവിടെ നമ്മൾ പോകുന്നത്? ഓർമ്മയില്ലേ? നമ്മൾ പോകുന്നത് ക്യാപ്പിലാരിറ്റിയിൽ നിന്നാ. യെസ്, അതന്നെ, കേശികത്വം, കേശിക ഉയർച്ച, കേശിക താഴ്ച. എന്തുകൊണ്ട് കേശിക ഉയർച്ച, ക്യാപ്പിലറി റൈസ് ഉണ്ടാവുന്നു, എന്തുകൊണ്ട് കേശിക താഴ്ച അഥവാ ക്യാപ്പിലറി ഫോൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. നോക്കാം, അതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ കാണിച്ച ചിത്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവിടെ രണ്ട് പേരുണ്ട്. ആ വെള്ളത്തില് ആ ജലോപരിതലം അല്ലെങ്കിൽ ജലത്തിന്റെ ആ വെള്ളം ആ പാത്രവുമായിട്ട് ടച്ച് ചെയ്യുന്ന ഭാഗത്ത് വെള്ളം ഇങ്ങനെ കയറിക്കുന്നത് കണ്ടോ? അതിന് കാരണം നമ്മൾ പറഞ്ഞേ, അവിടെ അഡിഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കൂടുതലാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ എന്താ, അഡിഷൻ ബലം അഥവാ അഡിസീവ് ഫോഴ്സ് കൊഹിസീവ് ഫോഴ്സിനേക്കാൾ കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? അവിടെ വെള്ളം ഇങ്ങനെ ഉയർന്നു നിൽക്കും. അതേപോലെ നേരെ തിരിച്ചും, അഡിഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കുറവാന്ന് വിചാരിക്കാം. തിരിച്ചും പറയാം, കൊഹിഷൻ ബലം അഡിഷൻ ബലത്തേക്കാൾ കൂടുതലാണെങ്കിൽ വെള്ളം ഇങ്ങനെ താഴ്ന്നു നിൽക്കും എന്ന് പറയാം. അതാണ് നമ്മളിവിടെ പോയിന്റ് ആക്കി കാണിച്ചിരിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ, capillary rise occurs when the adhesive force is greater than the cohesive force, but when the cohesive force is greater than the adhesive force, capillary depression will takes place. എന്താ പറഞ്ഞേ? അഡിഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കൂടുതലായാൽ കേശിക ഉയർച്ച ഉണ്ടാകും. അഡിഷൻ ബലത്തേക്കാൾ കൂടുതലാണ് കൊഹിഷൻ ബലമെങ്കിൽ, അഥവാ കൊഹിഷൻ ബലമാണ് അഡിഷൻ ബലത്തേക്കാൾ കൂടുതലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? കേശിക താഴ്ചയാണ് അനുഭവപ്പെടുക. അപ്പൊ ഇതാണ് കേശിക ഉയർച്ച അഥവാ അതേപോലെ കേശിക താഴ്ച, ക്യാപ്പിലറി റൈസും അതുപോലെ ക്യാപ്പിലറി ഫോളിനും കാരണം ഈ അഡിഷൻ ബലം കൊഹിഷൻ ബലമാണ്. അത് രണ്ടും നമ്മൾ മാറിപ്പോകരുത്. അഡിഷൻ ബലമാണ് വലുതെങ്കിൽ, അഡിഷൻ ബലം കൂടുതലാണെങ്കിൽ ഉയർച്ച, അങ്ങനെ അടിച്ചാൽ നിങ്ങൾ അഡിഷൻ ബലം അഡിസീവ് ഫോഴ്സ് ആണ് കൂടുതലെങ്കിൽ ഉയർച്ച ഉണ്ടാവും. അഡിസീവ് ഫോഴ്സ് കുറവാണെങ്കിൽ, അഡിഷൻ ബലം കുറവാണെങ്കിൽ കേശിക താഴ്ച ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് അതിൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾ ഈ ചിത്രം കൂടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ആ ചിത്രത്തിൽ എന്താ നിങ്ങൾ കാണാൻ പറ്റുന്നത്? ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കാർഡ്ബോർഡിലൂടെ വ്യത്യസ്ത വ്യാസമുള്ള, വ്യാസമാണ് ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ വണ്ണം കൂടിയത് കുറഞ്ഞത് അത്രേ ഉള്ളൂ, വ്യത്യസ്ത വണ്ണമുള്ള 3 കുഴലുകൾ ആ കാർഡ്ബോർഡിലൂടെ ഇറക്കി വെച്ചിട്ട് ആ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് അല്ലെ. ഇന്നലെ കാണാൻ പറ്റുന്നത്. അപ്പോ ഇത് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഈ ഒരു പരീക്ഷണങ്ങൾ ചെയ്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക എന്താണെന്നറിയോ? ഏതിലായിരിക്കും ഈ ക്യാപ്പിലറി റൈസ് അഥവാ കേശിക ഉയർച്ച ഉണ്ടാവും നമ്മൾ മനസ്സിലാക്കിയല്ലോ. ആ കേശിക ഉയർച്ച ഏത് കുഴലിലൂടെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കും എന്ന് നിങ്ങൾക്കൊന്ന് ആലോചിക്കാൻ പറ്റുമോ? നിങ്ങൾ ശരിക്കും ചെയ്തു നോക്കപ്പെട്ട പരീക്ഷണമാണിത്. അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ കേശിക ഉയർച്ച ഏറ്റവും കൂടുതൽ വെള്ളം ഉയർന്നു വന്നത് ഏതിലാണെന്നറിയോ? ഏറ്റവും കൂടുതൽ വെള്ളം ഉയർന്നു വന്നിട്ടുണ്ടാവുക ഏറ്റവും വണ്ണം കുറഞ്ഞ, ഏറ്റവും വ്യാസം കുറഞ്ഞ, ഏറ്റവും ഡയമീറ്റർ കുറഞ്ഞ ആ ട്യൂബിലൂടെയാണ് വെള്ളം ഏറ്റവും ഉയരത്തിലെത്തിയിട്ടുണ്ടാവുക. ദെൻ ഏറ്റവും വണ്ണം കൂടിയ ട്യൂബിൽ കുറച്ച് മാത്രമേ വെള്ളം പൊങ്ങിയിട്ടുണ്ടാവുള്ളൂ. ഇതാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെ വണ്ണം കൂടിയതിൽ കുറച്ച് മാത്രം ഉയരുന്നു, വണ്ണം കുറഞ്ഞതിൽ കൂടുതൽ ഉയരുന്നു? അതിന് കാരണം എന്താ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ വ്യാസം കുറഞ്ഞതിൽ അഥവാ ഡയമീറ്റർ കുറഞ്ഞ ട്യൂബിനുള്ളിൽ കൂടുതൽ വെള്ളം മുകളിലേക്ക് ഉയരുന്നു, എന്നാൽ വ്യാസം കൂടുതൽ അഥവാ ഡയമീറ്റർ കൂടുതൽ കുറച്ച് മാത്രമേ ഉള്ളൂ? അതിനുള്ള കാരണം എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് 2-3 പോയിന്റ് പഠിച്ചാൽ നമുക്കത് മനസ്സിലാവും. എന്താ അറിയോ? ഒന്നാമത്തെ പോയിന്റ് ഒന്ന് ശ്രദ്ധിക്കുക. The weight of the liquid in the tube is supported by adhesive force.
കുഴലിനകത്തെ ദ്രാവകത്തിന്റെ ഭാരത്തെ താങ്ങി നിർത്തുന്ന അഡീഷൻ ബലമാണ്. നമ്മളകത്ത് അഡീഷൻ ബലം കോഷൻ ബലം പറഞ്ഞില്ലേ. അപ്പോൾ ഈ ട്യൂബിനകത്ത് കൂടെ വെള്ളം ഇങ്ങനെ കയറി പോകുമല്ലോ. ആ വെള്ളം കയറി പോകണമെങ്കിൽ വെള്ളം വെറുതെ നിൽക്കില്ലല്ലോ. വെള്ളത്തെ താങ്ങി നിർത്തണമെങ്കിൽ അതിന് വേണ്ടേ. ആ വെള്ളത്തെ താങ്ങി നിർത്തുന്ന ബാലൻസ് ചെയ്ത് നിർത്തുന്ന ബലം ഏത് ബലമാണ്? അത് അഡ്ഹസീവ് ഫോഴ്സ് ആണ്. അപ്പൊ അഡ്ഹസീവ് ഫോഴ്സ് ആണ് ആ വെയിറ്റിനെ താങ്ങി ഭാരത്തെ താങ്ങി നിർത്തുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, when the diameter of the tube decreases, the weight of the liquid it can contain also decreases. ശരിയല്ലേ? എന്താ? കുഴലിന്റെ വ്യാസം കുറയുമ്പോൾ അതിനകത്ത് ഉൾക്കൊള്ളുന്ന ദ്രാവകത്തിന്റെ ഭാരവും കുറയും. കുഴലിന് വ്യാസം അഥവാ ഡയമീറ്റർ കുറവാ വിചാരിക്കുക. അപ്പൊ കുറച്ച് വെള്ളമല്ലേ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ കുറച്ച് വെള്ളം ആകുമ്പോൾ അതിന്റെ ഭാരം കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. മേനടച്ചു വ്യാസം കൂടുതലാണെങ്കിലോ കുറെ വെള്ളം ഉണ്ടാവും, അപ്പൊ ഭാരം കൂടുതലാവൂലേ. അപ്പൊ വ്യാസം കുറവാ, ഡയമീറ്റർ കുറവായതുകൊണ്ട് അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ വെള്ളത്തിന് കുറച്ച് ഭാരം ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഭാരത്തേക്കാൾ ആര് കൂടുതലാണ്? അഡ്ഹസീവ് ഫോഴ്സ് നല്ലോണം ഉണ്ടേനും. അപ്പൊ അഡ്ഹസീവ് ഫോഴ്സ് വെയിറ്റിനേക്കാൾ നല്ലോണം കൂടുതലാണ്. അതുകൊണ്ട് എന്താ സംഭവിക്കുക? The adhesive force with the tube is greater than the cohesive force of the liquid. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞെന്താ? ട്യൂബുമായുള്ള അഡീഷൻ ബലം ദ്രാവകത്തിന്റെ കോഹഷൻ ബലത്തേക്കാൾ കൂടുതലായതിനാൽ ദ്രാവകത്തിന് കൂടുതൽ ഉയരാൻ സാധിക്കുന്നു. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. കോഹഷൻ ബലത്തേക്കാൾ അഡീഷൻ ബലം കൂടുതലാകുമ്പോഴാണ് ഉയരാൻ പറ്റുക. അപ്പൊ എന്തുകൊണ്ട് വ്യാസം കുറഞ്ഞത്, ഡയമീറ്റർ കുറഞ്ഞതിൽ കൂടുതൽ ഉയരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ റീസൺ തരുള്ളൂ. ശരിക്കും രണ്ടാമത്തെ പോയിന്റാണ് അതിന്റെ റീസൺ. എന്ത്? അതിന് ഈ പിന്നെ ഭാരത്തെ താങ്ങി നിർത്തുന്നത് അഡ്ഹസീവ് ഫോഴ്സ് ആണെന്ന് പറഞ്ഞു. വ്യാസം കുറഞ്ഞ ട്യൂബ് ആവുമ്പോൾ കുറച്ച് വെള്ളം അതിലുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് കുറവായിരിക്കും? ആ വെള്ളത്തിനുള്ള ഭാരം കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അഡ്ഹസീവ് ഫോഴ്സ് നല്ലോണം ഉണ്ട്, കൂടുതലാണ്, അഥവാ അഡീഷൻ ബലം കൂടുതലാണ്. എന്നാൽ ഭാരം വെയിറ്റ് അത്ര തന്നെ ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? അതിന് കൂടുതൽ ഉയരാൻ പറ്റും. നേരെ തിരിച്ചു ആലോചിക്കാം. ഈ വ്യാസം കൂടുതലാണ് വിചാരിക്കുക. വ്യാസം അഥവാ ഡയമീറ്റർ കൂടുതലാണെങ്കിൽ അതിൽ ഒരുപാട് വെള്ളം ഉണ്ടാവും. അപ്പൊ വെള്ളത്തിന് ഭാരം കൂടുതലാവും. അപ്പൊ അഡ്ഹസീവ് ഫോഴ്സ് അത്ര തന്നെ ഇല്ലെങ്കിൽ അതിന് കൂടുതലായിട്ട് വലിച്ചു കയറ്റാൻ കഴിയില്ല. കുറച്ച് മാത്രമേ വെള്ളം അതിലൂടെ കയറി വരുന്നുള്ളൂ. ഇത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത് എന്തെന്നറിയോ? ശരിക്ക് ഈ അഡ്ഹസീവ് ഫോഴ്സ് എല്ലാത്തിനും ഒരേപോലെ ഒന്നും ആവില്ല. എല്ലാ ലിക്വിഡിനും ഒരേപോലെ ആവില്ല. അപ്പോ നമ്മള് ഇപ്പൊ വെള്ളവും അതേപോലെ നമ്മൾ ഗ്ലാസിന്റെ ഒരു പാത്രത്തിലാണ് വെള്ളം എടുത്തെങ്കിൽ ഒരു അഡ്ഹസീവ് ഫോഴ്സ് ആയിരിക്കും. ഇനി വേറെ ഏതെങ്കിലും ഒരു പാത്രം വിചാരിച്ചു നമ്മൾ ഒരു സ്റ്റീലിന്റെ ഒരു പാത്രത്തിലാണ് വെള്ളം എടുത്തെങ്കിൽ അത്ര അഡ്ഹസീവ് ഫോഴ്സ് അതാവില്ല, വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അഡ്ഹസീവ് ഫോഴ്സ് എന്നുള്ളത് ആ ദ്രാവകത്തിനെയും അതേപോലെ ആ ദ്രാവകം എടുത്തിരിക്കുന്ന കണ്ടെയ്നർ, ആ പാത്രത്തെയും എന്ത് ചെയ്യും? ആശ്രയിച്ചിരിക്കും. ആ രണ്ടിന്റെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കും എന്നുള്ള ഒരു പോയിന്റും കൂടെ അതില് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. പിന്നെന്താ നമുക്കൊരു ഡൗട്ടാണ്. എന്ത്? ഈ പിന്നെ കുഴലിനകത്തെ വെള്ളത്തിന്റെ ഭാരവും അഡ്ഹസീവ് ഫോഴ്സും തുല്യമായി എന്ന് വിചാരിക്കാം. നേരത്തെ പറഞ്ഞു അഡ്ഹസീവ് ഫോഴ്സിന്റെ അത്രക്ക് ഭാരമില്ല, ഉണ്ടാവില്ല. ഏതില്? വ്യാസം കുറഞ്ഞ ഡയമീറ്റർ കുറഞ്ഞതില് കുറച്ച് വെള്ളമുള്ളൂ. അതുകൊണ്ട് അഡ്ഹസീവ് ഫോഴ്സ് എല്ലാം ഉണ്ടാവുകൊണ്ട് നല്ല വലിച്ചു കയറ്റേ പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ അങ്ങനെ വലിച്ചു കയറ്റി ഒരുപാട് ദൂരേക്ക് പോയിട്ട് ഓവർഫ്ലോ ചെയ്യാത്തത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ റീസൺ ഇത്രേ ഉള്ളൂ. അങ്ങനെ വലിച്ചു കയറി വന്ന് കുറെ വെള്ളം ഇങ്ങനെ കയറി വരില്ലേ. അങ്ങനെ വെള്ളം ഇങ്ങനെ കയറി വന്നാൽ അപ്പൊ വെള്ളത്തിന്റെ അളവ് കൂടിയില്ലേ. അങ്ങനെ ആ വെള്ളത്തിന്റെ ഭാരവും അഡ്ഹസീവ് ഫോഴ്സും തുല്യമായി കഴിഞ്ഞാൽ പിന്നെ മോൾക്ക് പോവോ? ഇല്ല. പിന്നെ അത് കയറി വരില്ല. പിന്നെ രണ്ടും എന്താ ചെയ്യുക? അവിടെ നിൽക്കുക. അതുകൊണ്ടാണ് ഒരു പരിധി കഴിഞ്ഞാൽ അത് പിന്നെ കയറി പോവാത്തത്. എന്താ സംഭവിക്കുന്നത്? ഒരു കുറച്ച് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതൽ വെള്ളമായി. അപ്പൊ വെള്ളം കൂടുതൽ വന്നത് കൊണ്ട് ആ വെള്ളത്തിന്റെ ഭാരം ആരോട് ഈക്വലായി? ആ അഡ്ഹസീവ് ഫോഴ്സിനോട് തുല്യമായി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഉയരില്ല എന്നുള്ള ആ ഒരു പോയിന്റും കൂടെ ഈ ഒരു ഭാവവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞു വെക്കേണ്ടതാണ്. ഇത്രയാണ് കാപ്പിലറി റൈസിനെ കുറിച്ചും കാപ്പിലറി ഫാളിനെ കുറിച്ചും നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ക്യാപ്പിലാരിറ്റിയെ കുറിച്ച് മനസ്സിലാക്കിയല്ലോ. ഇനി നമ്മൾ ഈ ക്യാപ്പിലാരിറ്റി ഇൻ അവർ ഡെയിലി ലൈഫ്, നമ്മുടെ നിത്യജീവിതത്തിൽ ക്യാപ്പിലാരിറ്റി എവിടെയെല്ലാമാണ് ഉപയോഗപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട 4 പോയിൻ്റ് അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് നോട്ടിൽ എഴുതിയിരിക്കണം. ഫസ്റ്റ് പോയിൻ്റ്, എ പീസ് ഓഫ് ചോക്ക് ഈസ് യൂസ്ഡ് ടു ബ്ലോട്ട് ഇങ്ക്. എന്ന് പറഞ്ഞാൽ മഷി ഒപ്പിയെടുക്കാനൊക്കെ നമ്മളൊരു ചോക്ക് ഉപയോഗിക്കാറുണ്ട്. എവിടെയെങ്കിലും മഷി ആയിട്ടുണ്ടെങ്കിൽ അത് ഒപ്പിയെടുക്കാൻ ചോക്കിൽ ഉപയോഗിച്ചിട്ട് ചോക്കിൽ എന്ത് ചെയ്യും? മഷി ഒപ്പിയെടുക്കും. അതിന് കാരണം ആ ചോക്കിലുള്ള ചെറിയ ചെറിയ സുഷിരങ്ങൾ, ചെറിയ ചെറിയ ഹോൾസിലൂടെ എന്ത് ചെയ്യാണ്? ആ ഹോൾസിലൂടെ ആ മഷി ഇങ്ങനെ കയറി വരികയാണ്, ക്യാപ്പിലറി റൈസ് സംഭവിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് നല്ല പരിചയമുള്ളൊരു സംഭവമാണ് ഇനി കെരോസിൻ ലാമ്പ്. കെരോസിൻ റൈസസ് ത്രൂ ദ വിക്ക്. ആ മണ്ണെണ്ണ വിളക്കിലെ തിരിയിലൂടെ എന്ത് ചെയ്യും? ആ തിരിയിലൂടെ മണ്ണെണ്ണ എങ്ങനെ കയറി വരുന്നത് ക്യാപ്പിലറി റൈസിന് എക്സാമ്പിളാണ്, നമുക്ക് പരിചയം ഉണ്ടാവും. അതുപോലെ ഇൻ റെയിനി സീസൺ ഡാംപ്നെസ് സ്പ്രെഡ്സ് ഓൺ വാൾസ്. എന്ന് പറഞ്ഞാൽ മഴക്കാലത്തൊക്കെ നമ്മുടെ ചുമരുകളിലൊക്കെ എന്തുണ്ടാവാറുണ്ട്? നനവ് ഉണ്ടാവാറുണ്ട്. അതിന് കാരണം എന്താ? ചുമര് ആ വെള്ളത്തെ അബ്സോർബ് ചെയ്യാണ് ചെറിയ ചെറിയ സുഷിരങ്ങളിലൂടെ അല്ലെങ്കിൽ ഹോൾസിലൂടെ. ലാസ്റ്റ് ഒരു പോയിന്റ് കൂടെ, കോട്ടൺ ക്ലോത്ത് അബ്സോർബ് സ്വെറ്റ്. നമ്മൾ വിയർപ്പൊക്കെ അബ്സോർബ് ചെയ്യുമാറ് കോട്ടൺ ക്ലോത്ത്, നമ്മൾ ടവൽ അല്ലെങ്കിൽ കർച്ചീഫ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വിയർപ്പ് എന്ത് ചെയ്യാറുണ്ട്? അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് കോട്ടൺ ക്ലോത്ത് ഉപയോഗിക്കാറുണ്ട്.
മലയാളം മീഡിയക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് പോയിന്റ്, ചോക്ക് ഉപയോഗിച്ച് മഷി ഒപ്പിയെടുക്കാൻ സാധിക്കും. നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതുപോലെ മണ്ണെണ്ണ വിളക്കിൽ തിരിയിലൂടെ മണ്ണെണ്ണ ഉയരുന്നു. ചുമരുകളിൽ മഴക്കാലത്ത് നനവ് പടരുന്നു. കോട്ടൺ തുണി കൊണ്ട് വിയർപ്പ് ഒപ്പിയെടുക്കാൻ പറ്റുന്നു. ഇതിനൊക്കെ കാരണം ശരിക്കും എന്താണ്? ക്യാപ്പിലാരിറ്റി അഥവാ കേശികത്വമാണ്. അതുപോലെ നമ്മൾ തോർത്തുമുണ്ട് ഉപയോഗിച്ച് നമ്മൾ തോർത്തിയെടുക്കാനൊക്കെ തോർത്തുമുണ്ട് ഉപയോഗിക്കാൻ കാരണം അതിൽ ചെറിയ ചെറിയ സുഷിരങ്ങളുള്ളത് കൊണ്ട് ആ സുഷിരങ്ങളിലൂടെ എന്ത് കയറി വരും? വെള്ളം കയറി വരും, വെള്ളം അബ്സോർബ് ചെയ്യുന്നു. ഇതാണ് അതിന് കാരണം എന്ന് ഓർത്തി വെക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, കുറച്ച് ലെങ്തി ആയി പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു ടോപ്പിക്ക് തീർക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ക്യാപ്പിലാരിറ്റി അഥവാ കേശികത്വം? അതിനെ ക്യാപ്പിലറി റൈസ് ഉണ്ട്, ക്യാപ്പിലറി ഫോൾ അഥവാ കേശിക ഉയർച്ച, കേശിക താഴ്ച. അതേപോലെ തന്നെ അതിന് കാരണമായ സർഫസ് ടെൻഷൻ അഥവാ പ്രതലബലം, അതുപോലെ കൊഹിസീവ് ഫോഴ്സ്, അദ്ഹീസീവ് ഫോഴ്സ്, കൊഹിഷൻ ബലം, അദീഷൻ ബലം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ വീണ്ടും അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.